ഹായ് ശ്രീജിത്ത്, വെൽക്കം ടു കോമഡി മാസ്റ്റർ. താങ്ക് യു. യെസ്, അപ്പോൾ ഞാൻ കേട്ടു നമ്മൾ യൂഷ്വലി ലൈവ് ഡബിങ് നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ പിക്ചേഴ്സിൽ 100-200 പേരെ ഓൺ ദി സ്പോട്ട് ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ശ്രീജിത്തിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ ശ്രീജിത്തിനെ സ്പെഷ്യൽ ആക്കുന്നത് ഓൺ ദി സ്പോട്ടിൽ തന്നെ വീഡിയോ ഡബിങ് ചെയ്യാനാണ് പുള്ളി വരുന്നത്. ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മിമിക്രിയിൽ സ്ഥിരം പറയുന്ന ഡയലോഗ് പറയാൻ പറ്റില്ല. ഫോട്ടോ ഇടുകയാണെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. ഇതിൽ ആ സീനിന് വേണ്ടി പഠിച്ചിരിക്കുകയാണ്. ഓക്കെ, ഫോട്ടോ ആകുമ്പോൾ നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒക്കെ ഡയലോഗ്സ് ഒക്കെ, ഇത് ആ പെർട്ടിക്കുലർ ഡയലോഗ് തന്നെ പഠിച്ചിട്ട്. പിന്നെ എന്താ പറയുക, ഒരു എക്സ്ട്രാ നമുക്കൊരു പവർ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതിൽ അവരുടെ ഒരു അത്ര റിസ്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു പരിമിതി കൂടെ. ഓക്കെ, താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. എല്ലാം ഞാൻ മനസ്സിലാക്കണം. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ നേരം മാമ എൻ്റെ മുമ്പിൽ നിൽക്കണമേ, എല്ലാം എനിക്ക് ചൊല്ലിത്തരാൻ. എൻ്റെ അമ്മാവൻ്റെ മകൻ ജയിക്കണം, ഞാൻ തോൽക്കണം. എൻ്റെ മകന് വിവാഹം കഴിക്കാൻ പോകുന്ന എൻ്റെ മരുമകളെന്ന നിലയ്ക്കാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് നിർബന്ധമുള്ളവനാണ് ഞാൻ. എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നു. പിരിഞ്ഞു പോകൂ, പിരിഞ്ഞു പോകാൻ. ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ നിന്നും പറിച്ചെടുത്തതാണ് ഈ പുസ്തകം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരവും പളങ്കിലുണ്ട്. എൻ്റെ നായിക ശാരദയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കൊലപാതകം ആത്മഹത്യയാക്കി മാറ്റാൻ കഴിയും. ആത്മഹത്യ കൊലപാതകമാക്കി മാറ്റാൻ കഴിയുമോ സ്വാമി? എൻ്റെ അപ്പൻ സാഹിബിനെ കൊന്നിട്ട് കഴിമരത്ത് കയറുന്ന കാലത്ത് ഈ നിൽക്കുന്ന കുടുംബമഹിമക്കാരൻ കുന്നേമത്തച്ഛൻ്റെ അപ്പനും വെമ്പടയ്ക്കും ബ്രണ്ണൻ സാഹിബിൻ്റെ ബംഗ്ലാവിലാ പണി. ഞാൻ പാടുന്നതിനിടയ്ക്ക് ചെണ്ട്, റീത്ത്, ഹാരം, ഡോട്ടുപാല, ധാരക എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇപ്പോഴല്ല, അതോടെ നിർത്തിയതിന് ശേഷം അപ്പൊ എൻ്റെ കയ്യിൽ പിന്നെ ഞാനത് ഒളിപ്പിച്ച് വെക്കുമല്ലോ. അപ്പൊ എൻ്റെ കയ്യിൽ കാണൂലല്ലോ. എടാ, നിന്റെ കയ്യിലുള്ളത് കൊണ്ടാണല്ലോ നീ അത് ഒളിപ്പിക്കുന്നത്. ഒളിപ്പിച്ച് വെക്കുന്നുണ്ടാണല്ലോ എൻ്റെ കയ്യിലില്ലാതും പറഞ്ഞത്. നീ അത് ഒളിപ്പിക്കുമ്പോൾ നിനക്കറിയാമല്ലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അതാരും അറിയരുതെന്നാ പറഞ്ഞത്. എൻ്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ, എൻ്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയും. എൻ്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ച് വെച്ചില്ലേ. ഇയാളൊരുത്തം കാരണം എനിക്ക് വായിക്കുന്നതിനായി കിടിന് പോലും കഴിക്കാൻ പറ്റാതായി. എടോ, തനിക്ക് സിനിമയിൽ മധുരൊട്ടി കാണിച്ചാൽ കോടികൾ കിട്ടും. ഈ പാവപ്പെട്ട കേശവമാഷ് റൊട്ടി കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? ചാത്തന്മാരുടെ മുഖപ്രസാദം നഷ്ടമായിരിക്കുന്നു. കാരണമറിയാത്ത ഉൾക്കണ്ട എൻ്റെ മനസ്സിലും വളരുന്നു. പിഴയ്ക്കാത്ത ചൂടുകളുമായി അവൻ ഈ മണ്ണിലേക്ക് നടന്നെത്തിയത് അതൊരു വെറും യാത്രയല്ല. ദൈവമാണെങ്കിൽ സഭയെ കുറിച്ചിട്ടോ നാളെ രാത്രി കൃത്യം 9:10 ഇടയ്ക്ക് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ എൻ്റെ ലോഡുകൾ കടന്നു പോകും. നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ? നീ പറയുന്നത് സത്യമാണെങ്കിൽ ഈ 500 അനിനും 3 മക്കളേ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്നവനെ ആ മാവിൻ്റെ ചൂടിട്ട് ഞാൻ വെട്ടി കുഴിച്ചു മൂടും. സമ്മതിക്കും. എടോ, ചക്രത്തിന്റെ കള്ളും 2 കോഴിക്കാലും വാങ്ങിച്ച് തന്നിട്ട് ഈ ഡെപ്യൂട്ടി തഹസിൽദാര് ദിവാകര കൈമല്ലേ ചുരുട്ടി മടക്കി കയ്യിലെടുക്കാമെന്ന് ആരാട്ടോ തന്നോട് പറഞ്ഞേ? പണത്തിന്റെ ബാധ്യതകൾ തീർന്ന പിന്നെ ഇവിടെ നിന്നാരും കൊച്ചുദ്രേശിയെ തെരഞ്ഞു വന്നേക്കരുത്. കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധങ്ങൾ മുഴുവൻ. मैंने सोचा मेरा पीछे आप है, इसलिए मैंने बोला हुक डालो. उस समय ये बेशर्मीन आदमी ने हुक डाल दिया. എന്നും ഗുരുവായൂർ കുളിച്ച് തൊഴാന്നുള്ള അതിമോഹം കൊണ്ടാ ഞാനിങ്ങോട്ട് പുറപ്പെട്ടത്. ആ കേശവന്നാരുടെ കൂടെ അതിതുവരെ നടന്നിട്ടില്ല. പകരം ഗുരുവായൂരപ്പം നിന്ന നിധിയായതെന്ന് ഞാനിങ്ങോട്ട് വിശ്വസിച്ചോട്ടെ. വിമൽ സാറ് നല്ല മനസ്സാണെന്നും വിമൽ സാറിന്റെ കുറെ പൈസയൊക്കെ ഉണ്ടെന്നും വിമൽ സാറ് നന്നായി ഓടും, ചാടും, നന്നായി പാട്ട് പാടും. പാട്ട് വേണ്ടല്ലേ? അപ്പൊ കാശുമില്ല, സ്നേഹമില്ല. വേറൊരുത്തന്റെ കയ്യിലിരിക്കണ കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുന്നല്ലേ ഈ കച്ചവടം.
അതൊരു കലയല്ലേ? അതിന് നീ കഴിവുണ്ട് വല്ല കാര്യമുണ്ടാ? ഞാൻ പറഞ്ഞ കഴിവൊക്കെ പോലെ നീ എന്നെ കച്ചവടം പഠിപ്പിക്കാനാ? വെറും ഒരു സാമുദായിക പ്രവർത്തകൻ കോമഡി ഷോയിൽ ഒരു താരമാവാൻ സാധിക്കാന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണ്, അത് വലിയ കാര്യം, വലിയ അംഗീകാരമല്ലേ അത്. കേരളത്തിലെ ജനങ്ങൾ ആരോപണങ്ങളെയും ആരോപണങ്ങളോടൊപ്പം തന്നെ ആരോപണങ്ങളുടെ നിജസ്ഥിതിയെക്കുറിച്ചും പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് തീരുമാനമെടുക്കാനും മറ്റാരെക്കാളും മുൻപന്തിയിലാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞങ്ങൾ നേരിട്ടവരാണ്. ക്രൂരമായ മർദ്ദനവും അതേപോലെ തന്നെ തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വില പോവില്ല എന്നുകൂടി അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഈ കോമഡി മാസ്റ്റേഴ്സ് കിടുക്കി തിമിർത്തു കലക്കി. ഓ താങ്ക് യു.